നമസ്കാരം. UDF-ൽ എന്ന് പറയുന്ന മുന്നണി നിരവധി ഘടകകക്ഷികൾ കൂടി ചേരുന്നതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെറിയ രീതിയിൽ നമുക്ക് സംശയമുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ക്യാബിനറ്റ് പദവികളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ, അതായത് അവർക്ക് വേണ്ട അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കണം എന്ന് അവർ സ്വാഭാവികമായും ഓരോ ഘടകകക്ഷിയിൽപ്പെട്ടവരും തീരുമാനിക്കും, അല്ലെങ്കിൽ അവരറിയിക്കുന്നതും പതിവാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കൂടിയ UDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാവുകയും ആ ചർച്ചകളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ, അതായത് ഘടകകക്ഷികൾ ഉയർത്തിയ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന രീതിയിൽ മുഖ്യമന്ത്രിയായ VD സതീശൻ ഉറപ്പ് നൽകി എന്നുള്ള കാര്യവും പുറത്തേക്ക് വരുന്ന വിവരങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം? അതായത് നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ജെ ആണ്, അതായത് ജേക്കബിൻ്റെ ജോസഫിൻ്റെ ഗ്രൂപ്പാണ് കേരള കോൺഗ്രസിൻ്റെ ഒന്നത്. പിന്നീട് മറ്റൊന്നുള്ളത് KDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ മാണി സി കാപ്പൻ്റെ ഒരു പാർട്ടിയുണ്ട്, അതാണ് പാലായിൽ നിന്ന് ജയിച്ചത്. പിന്നീട് ഇത് കൂടാതെ മറ്റ് ചില ഇപ്പം ഫോർവേഡ് ബ്ലോക്ക്, അവർക്ക് സ്ഥാനാർത്ഥികൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അതോടൊപ്പം മുസ്ലിം ലീഗ്, അതിൽ ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 5 മന്ത്രിമാർ ഇപ്പോൾ നിലവിൽ ലീഗിനുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ഇത്രയും വരുന്ന ഘടകകക്ഷികളെ ഇനിയും അനുനയിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തേണ്ടത് UDF എന്ന് പറയുന്ന മുന്നണിയുടെ ഒരു നിലനിൽപ്പിന് ആധാരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കും. ഏതൊരു ഘടകകക്ഷിയും അവർ ഈ മുന്നണി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായും ക്യാബിനറ്റ് പദവികൾ അവർക്ക് ആവശ്യമാണ്. ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് NDA മുന്നണിയിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന 2020-ൽ നിന്നും അഖിൽ മാരാർ വിട്ടുമാറാൻ താല്പര്യപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറയാം, അഖിൽ മാരാറിന് കിട്ടേണ്ട കാര്യങ്ങളൊന്നും 2020 നൽകിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് അഖിൽ മാരാർ വിട്ടത് എന്ന് പറയുന്ന പോലെ ഈ മുന്നണിയിൽ തുടരുമ്പോൾ, മുന്നണി ബന്ധവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ RSPയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. കാര്യം RSPയെ സംബന്ധിച്ച് RSPക്ക് നിലവിൽ ഒരു മന്ത്രിയുണ്ട്, ഷിബു ബേബി ജോൺ. അപ്പോൾ അതുകൊണ്ട് RSPക്ക് അതൊരു വലിയ തലവേദനയായി മാറില്ല. RSP മുന്നണിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും ഒരു വലിയ തലവേദനയായി മാറാനുള്ള സാധ്യതയില്ല. അപ്പോൾ നിലവിലിപ്പോൾ അവരാവശ്യപ്പെടുന്നു, ഇപ്പോൾ PJ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ജോസഫിന് തന്നെ ഒരു വയോജന കമ്മീഷൻ ചെയർമാൻ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം ഉറ്റുനോക്കുന്നുണ്ട്, അതായത് PJ ജോസഫ്. ഇപ്പം നിലവിൽ നമുക്കറിയാം മോൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവ് അവരുടെ ഇറിഗേഷൻ ജലസേന വകുപ്പിലേക്ക് മാറിയിരിക്കുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ അതുകൂടാതെ ഒരു ചീഫ് വിപ്പ് സ്ഥാനം കൂടി കേരള കോൺഗ്രസ് ജെയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ടാണ് ജോസഫ് ആവശ്യപ്പെടുന്നത് ജോസഫിനെ വയോജന കമ്മീഷൻ ചെയർമാൻ എന്ന സ്ഥാനത്തേക്ക് നിയമിക്കണം എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ഒരാവശ്യം. സ്വാഭാവികമായി ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു അന്യായമില്ലേ എന്ന് തോന്നിപ്പോകും. കാരണം ഒരു മന്ത്രി മോൻസ് ജോസഫിനെ കൊടുത്തിട്ടുണ്ട്, ഇതുകൂടാതെ ഒരു ചീഫ് വിപ്പ്. അപ്പോൾ 2 സ്ഥാനങ്ങൾ അവർക്ക് ജോസഫ് ഗ്രൂപ്പിന് നൽകിയിട്ട് ഇനിയും വീണ്ടും അവർക്കൊരു ചെയർമാൻ സ്ഥാനം കൂടി നൽകുക എന്ന് പറഞ്ഞാൽ അത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു എന്താ പറയുക, ഒരു അതിമോഹമല്ലേ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മറ്റൊരു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ നിലവിലുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വടക്കൻ മലബാറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF എന്ന് പറയുന്ന മുന്നണിയുടെ നട്ടല്ലായി മാറുന്നത് മുസ്ലിം ലീഗാണ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF-ന് ലഭിക്കുന്ന വോട്ടുകളിൽ ഭൂരിപക്ഷവും വരുന്നത് ലീഗിൻ്റെ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു പ്രാമാണ്യത്യം അനുസരിച്ചിട്ടുള്ള വോട്ടുകളാണ് വരുന്നത്. അതായത് അവിടെ നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പോലും വിജയിപ്പിക്കാൻ തക്ക ശേഷി മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അവിടെ നിന്നുകൊണ്ട് 5 മന്ത്രിമാരെ ചോദിച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ക്യാബിനറ്റ് പദവി കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത്തവണ മത്സരിക്കാൻ അനാരോഗ്യം കാരണം മുനീർ സാഹിബിന് ഇത്തവണ മത്സരിക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം അദ്ദേഹം ഏറെക്കാലം ചികിത്സയിലായ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞു. ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്നും അദ്ദേഹം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി വളരെ വലിയ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഒരു പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിടാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തെ ഈ പറയുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനത്തേക്ക് നിയമിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യവും മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതോടൊപ്പം നിലവിൽ ഇപ്പോൾ അവർക്ക് 5 മന്ത്രിമാരുണ്ട് എന്നുള്ളത് അവിടെ ഒരു പ്രായോഗിക വിഷയമായി തന്നെ അവിടെ ഒരു തട്ടലായി അവിടെ നിൽപ്പുണ്ട് എന്നുള്ളതും മറ്റൊരു വശമാണ്. പിന്നീട് അതോടൊപ്പം തന്നെ മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പൻ നിലവിൽ ഇതുവരെ മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല. അപ്പം മാണി സി കാപ്പനെയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന അനൂപ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബുമായി ചേർന്നിട്ട് 2.5 വർഷത്തെ ഒരു കരാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് 2.5 വർഷം അനൂപ് ജേക്കബ് മന്ത്രിയായിരിക്കുന്നു. തുടർന്ന് വരുന്ന 2.5 വർഷക്കാലം വരുന്നത് മാണി സി കാപ്പനായിരിക്കും. ആ നിലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പക്ഷേ തങ്ങൾക്കും ഒരു ക്യാബിനറ്റ് പദവിയോട് കൂടിയുള്ള ഒരു സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് വരുന്ന ഫോർവേഡ് ബ്ലോക്കാണ്. ഫോർവേഡ് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ് ബ്ലോക്ക് ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഫോർവേഡ് ബ്ലോക്കിനും UDF അർഹിക്കുന്ന പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ഒരാവശ്യം. ഇതെല്ലാം UDF യോഗത്തിൽ ചർച്ചയിലേക്ക് വന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേവരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഡൽഹിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രത്യേക പ്രതിനിധി എന്നുള്ള സ്ഥാനം നൽകണം എന്നൊരാവശ്യം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പറഞ്ഞാൽ ഇതെല്ലാം ഇപ്പോൾ UDF യോഗത്തിൽ ഉയർത്തപ്പെട്ട ചില വിഷയങ്ങളാണ്. അപ്പം ഇതെല്ലാം അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് UDFിൻ്റെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ KPCC യോഗത്തിലും ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കണം. എല്ലാവരുടെയും തീരുമാനം അനുസരിച്ച് ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ട വിഷയം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ പരിഗണിച്ചതിന് ശേഷം മാത്രം ഉചിതമായ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലർക്കും പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതീക്ഷിക്കാവുന്ന വക ഇവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ചിലരൊക്കെ ഉയർത്തുന്നത് ഇപ്പോൾ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില അതിമോഹമാണ് എന്നിരിക്കലും ഇത്തരം ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുമോ എന്നുള്ളതാണ്. പക്ഷേ പരിഗണിച്ചാലും ഇല്ലെങ്കിലും തന്നെ ഇവരാരും തന്നെ മുന്നണി വിട്ട് പോകാനൊന്നും പോകുന്നില്ല. എല്ലാവരും തൽക്കാലം ഈ 5 വർഷക്കാലം എന്തായാലും ഈ മുന്നണിയിൽ തന്നെ തുടരും. ഇതിലൊരു ഭാഗ്യം RSP ഇതുവരെ യാതൊരു അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ക്യാബിനറ്റ് പദവി കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെത്തിയിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ള വിവരം നമുക്ക് കാത്തിരുന്ന് കാണാം.